പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ഈ പെസഹ കാലത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരികയാണ്. ഈസ്റ്റർ കഴിഞ്ഞിട്ട് 50-ാമത്തെ ദിവസമാണിന്ന്. 50-ാം തിരുനാൾ, പെന്തക്കോസ്ത തിരുനാൾ. പെന്തക്കോസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ 50-ാം തിരുനാൾ എന്നാണ്. പരിശുദ്ധാത്മാവിന് ലഭിക്കുന്ന, പരിശുദ്ധാത്മാവിന് വർഷിക്കപ്പെടുന്ന ദിവസമാണ് നമുക്ക് ഈ തിരുനാൾ. പരിശുദ്ധാത്മാവിൻ്റെ ഈ തിരുനാൾ ഭക്തിയോടുകൂടെ നമുക്ക് കൊണ്ടാടാം. യഥാർത്ഥത്തിൽ ഉദ്ധിതൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. പക്ഷെ നമ്മളാരും അതേക്കുറിച്ച് അത്ര അവെയറല്ല. നമ്മളിങ്ങനെ പല കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും എനിക്ക് പരിശുദ്ധാത്മാവിന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ വളരെ കുറവാണ്. എല്ലാ പ്രഭാതത്തിലും പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്ത് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പരിശുദ്ധാത്മാവിനെ വിളിക്കാം. പരിശുദ്ധാത്മാവാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്, സഹായിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവിക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാം കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. ഇത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യമാണ്. നമുക്ക് പല കാര്യങ്ങളും ചേർന്ന് വരേണ്ടതുണ്ട്. നല്ലൊരു ആലോചന വരേണ്ടതുണ്ട്, കുഞ്ഞുങ്ങളെ ലഭിക്കേണ്ടതുണ്ട്, ജോലി ക്രമീകരിച്ച് കിട്ടേണ്ടതുണ്ട്, കടം മാറേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഭൗതിക അനുഗ്രഹങ്ങൾ പോലും പരിശുദ്ധാത്മാവിന് ക്രമീകരിച്ച് തരാൻ സാധിക്കും. നമുക്കറിയാത്തത് പോലും പരിശുദ്ധാത്മാവിന് അറിയാമല്ലോ. എവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചേർത്ത് നൽകാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. നമുക്കതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്തുകൊണ്ട് ഈ കുർബാനയിലുടനീളം നമുക്ക് നമ്മുടെ ശ്രദ്ധ വിടാതെ ഭക്തിയോടുകൂടെ നമുക്ക് ഈ ബലിയർപ്പണത്തിൽ പങ്കുചേരാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ,
കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു, അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദൈവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്നത്തെ ആഘോഷത്തിൻ്റെ അനുഷ്ഠാനത്താൽ എല്ലാ ജനതകളിലും രാജ്യങ്ങളിലുമുള്ള അങ്ങേ സാർവത്രിക സഭയെയും അങ്ങ് പവിത്രീകരിക്കുന്നുവല്ലോ. ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ചൊരിയണമേ. സുവിശേഷമാധ്യമായി പ്രഘോഷിക്കപ്പെട്ടപ്പോൾ പ്രവർത്തിച്ച ദൈവകാരുണ്യം ഇപ്പോഴും വിശ്വാസികളുടെ ഹൃദയങ്ങളിലൂടെ ചൊരിയണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.
ഒന്നാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. പന്തക്കോസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴുള്ള സകല ജനപദങ്ങളിലും നിന്നുവന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലിയരല്ലേ? നാം എല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നതെങ്ങനെ? പാർത്തിയാക്കാരും മേദിയാക്കാരും ഏലാമിയാക്കാരും മെസപ്പൊട്ടോമിയൻ നിവാസികളും യൂദയായിലും കപ്പദോക്കിയായിലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായിലും പാംഫീലിയായിലും ഈജിപ്തിലും കിറേനയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാം എല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ ഭാഷകളിൽ കേൾക്കുന്നല്ലോ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവേ, കർത്താവേ, അങ്ങ് ജീവശ്വാസമയച്ച് അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. ഭൂമുഖം നവീകരിക്കണമേ. എൻ്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. കർത്താവേ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ്. ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങ് ജീവശ്വാസമയച്ച് അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. ഭൂമുഖം നവീകരിക്കണമേ. അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ച് പൂഴിയിലേക്ക് മടങ്ങുന്നു. അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങ് ജീവശ്വാസം അയച്ച് അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. ഭൂമുഖം നവീകരിക്കണമേ. കർത്താവിൻ്റെ മഹത്വം എന്നേക്കും നിലനിൽക്കട്ടെ. കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. എൻ്റെ ഈ ഗാനം അവിടത്തേക്ക് പ്രീതികരമാകട്ടെ. ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങ് ജീവശ്വാസമയച്ച് അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. ഭൂമുഖം നവീകരിക്കണമേ. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. പ്രവർത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുമുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം നമുക്കിപ്പോൾ ആലപിക്കാം.
കരങ്ങൾ കൂപ്പി ഭക്തിയോടുകൂടി ആത്മാവിന്റെ നിറവിനായി. പാവനാത്മാവേ നീ വരേണമേ മനസമണി കോവിലിൽ. നായകങ്ങൾ നാവിനാലങ്ങെ സ്നേഹ സംഗീതം പാടുന്നു. പാവനാത്മാവേ നീ വരേണമേ മനസമണി കോവിലിൽ. നായകങ്ങൾ നാവിനാലങ്ങെ സ്നേഹ സംഗീതം പാടുന്നു. പ്രകാശത്തിൻ രശ്മിയാലെൻ്റെ അന്ധകാരമകറ്റണേ. നിൻ പ്രകാശത്തിൻ രശ്മിയാലെൻ്റെ അന്ധകാരമകറ്റണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ. സുന്ദരമാക്കി തീർക്കണേ. പാവനാത്മാവേ നീ വരേണമേ മനസമണി കോവിലിൽ. നായകങ്ങൾ നാവിനാലങ്ങെ സ്നേഹ സംഗീതം പാടുന്നു. രോഗമുള്ളവ സൗഖ്യമാക്കുക. ഭീതിയിൽ ധൈര്യം നൽകുക. രോഗമുള്ളവ സൗഖ്യമാക്കുക. ഭീതിയിൽ ധൈര്യം നൽകുക. ആറിപ്പോയതിൽ ചൂടു നൽകുക. വാടുന്നേതും നനയ്ക്കുക. വാടുന്നേതും നനയ്ക്കുക. പാവനാത്മാവേ നീ വരേണമേ മനസമണി കോവിലിൽ. നായകങ്ങൾ നാവിനാലങ്ങെ സ്നേഹ സംഗീതം പാടുന്നു. മോടിയില്ലാത്തതൊക്കെ സ്വർഗീയ മോടിയുള്ളതായി മാറ്റണേ. മോടിയില്ലാത്തതൊക്കെ സ്വർഗീയ മോടിയുള്ളതായി മാറ്റണേ. പീഡകളേതും ധീരമായി ഏൽക്കാൻ ശക്തിയും ഞങ്ങൾ കേകണേ. ശക്തിയും ഞങ്ങൾ കേകണേ. പാവനാത്മാവേ നീ വരേണമേ മനസമണി കോവിലിൽ. നായകങ്ങൾ നാവിനാലങ്ങെ സ്നേഹ സംഗീതം പാടുന്നു. പാവനാത്മാവേ നീ വരേണമേ മനസമണി കോവിലിൽ.
നായക ഞങ്ങൾ നാവിനാലങ്ങ് സ്നേഹ സംഗീതം പാടുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളുക, വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക, അവയിൽ അങ്ങയുടെ സ്നേഹാഗ്നി ഉജ്ജ്വലിപ്പിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഇന്നത്തെ ഈ തിരുനാളിൻ്റെ, പെന്തക്കോസ്ത തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. കൂടുതൽ പരിശുദ്ധാത്മാഭിഷേകം നിങ്ങൾക്കുണ്ടാകട്ടെ. യഥാർത്ഥത്തിൽ എന്തിനാണ് പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ കൂടെ അങ്ങനെ മുന്നോട്ട് പോകാൻ അത്ര എളുപ്പമല്ല. ഈശോയ്ക്കും മാതാവിനുമൊക്കെ ആ ഒരു കാര്യം അവർക്കറിയാം. അതുകൊണ്ടാണ് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയം ചോദിച്ചത്. ഇത് എന്നെക്കൊണ്ട് പറ്റില്ലല്ലോ, ഇതെനിക്ക് അസാധ്യമായൊരു കാര്യമാണല്ലോ. അങ്ങനെ പറയുമ്പോഴും അത് പരിശുദ്ധാത്മാവ് വരും, നിൻ്റെ മേൽ അത്യുന്നത ശക്തി ആവസിക്കും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈശോ, പരിശുദ്ധാത്മാവിൽ ജനിച്ച ഈശോ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിൽ നിറയാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. പരിശുദ്ധാത്മാവിൽ നിറയാൻ. അതുകൊണ്ടാണ് ജ്ഞാനസ്നാന വേളയിലൊക്കെ പരിശുദ്ധാത്മാവെന്ന് നിറയുന്നത്. ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞു ശക്തനായി എന്ന് പറയുന്നത്. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നുവെന്ന് പറയുന്നത്. അപ്പോൾ ഈശോ പോലും ആത്മാവിൽ നിറയാൻ ആഗ്രഹിച്ചിരുന്നു. ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലിലേക്ക് പോയി. അങ്ങനെ പറയുന്ന വചനങ്ങളുണ്ട്. അങ്ങനെ സിനഗോഗിൽ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിച്ചപ്പോൾ ഈശോ പറയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അപ്പോൾ നമുക്ക് ആത്മാവിൻ്റെ ശക്തി വേണം. നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവ് ഉണ്ട്. എല്ലാവർക്കും പരിശുദ്ധാത്മാവുണ്ട്. സംശയമുണ്ടോ? പരിശുദ്ധാത്മാവുണ്ടോ? എനിക്ക് പരിശുദ്ധാത്മാവുണ്ടോ എന്ന് നമ്മോട് തന്നെ ചോദിക്കുന്നത് നല്ലതാണ്. പരിശുദ്ധാത്മാവുണ്ടോ എന്നറിയാൻ നമുക്കൊരു കാര്യമുണ്ട്. ഗലാത്യ 5:22-23 ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതിൽ പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ 12 ഫലങ്ങളുണ്ട്. അപ്പോൾ ഈ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്നേഹം, ക്ഷമ, ആനന്ദം, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, സമാധാനം, ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആത്മാവ് എത്ര അളവിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുകയാണ്. ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളമില്ല. ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളമില്ല. അപ്പോൾ വെള്ളമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും വെള്ളമുണ്ട് എന്ന് പറയും.
വെള്ളമില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഞാൻ ചോദിക്കുകയാണ്, ആത്മാവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവുണ്ട് എന്ന് നിങ്ങൾ പറയും. പക്ഷെ അടുത്ത ചോദ്യമാണ്, ആത്മാവിൻ്റെ നിറവുണ്ടോ? നിറയെ വെള്ളമില്ല, അതുകൊണ്ടെങ്ങനെ ചരിച്ചു പിടിച്ചാലും വെള്ളം താഴേക്ക് പോകില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ നിറവില്ല, നിറവ് വേണം. അതാണ്, നിറവാണ് ആവശ്യം. അത് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ അത് ഈശോ പറയുന്നുണ്ട്. തിരുനാളിൻ്റെ തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഉത്ഥാനാനന്തരം, സ്വർഗാരോഹണാനന്തരം നമുക്ക് നൽകുന്ന പ്രത്യേകമായൊരു അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഇത് നമ്മിൽ, ഇപ്പോൾ നമ്മളൊരു ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ, ഈശോ മരിച്ചു കിടക്കുന്ന കുരിശിൻ്റെ ചുവട്ടിൽ നമ്മൾ നിൽക്കുകയാണെന്ന് കരുതുക. അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിൽക്കുമ്പോഴും ഈശോയുടെ തിരുവിലാവിൽ ഒരാൾ വന്ന് പടയാളി വന്ന് കുന്തം കൊണ്ട് കുത്തി, അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയാണ്. അത് പരിശുദ്ധാത്മാവാണ് എന്നൊരു വ്യാഖ്യാനമുണ്ട്. അപ്പോൾ ആ രക്തവും വെള്ളവും നമ്മുടെ ദേഹത്തേക്ക് വീഴുകയാണ്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. ഇനി ആ പരിശുദ്ധാത്മാവ് നമ്മിൽ ഒരു ഉറവയായിട്ട് മാറും. എന്നിട്ട് നമ്മിൽ നിന്ന് മറ്റൊരു ഉറവ പൊട്ടിപ്പുറപ്പെടും. അതാണ് എന്നിൽ അവൻ ഇത് പറഞ്ഞ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഇത് മറിയത്തിൻ്റെ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. മറിയം എലിസബത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അഭിവാദനം പറഞ്ഞപ്പോൾ മറിയത്തിൻ്റെ അഭിവാദനം കേട്ടിട്ട് എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. അതായത് മറിയത്തിലുണ്ടായ ആത്മാവ് എലിസബത്തിലേക്ക് പോയി. ഇതിങ്ങനെ ഒഴുക്ക് അവിടെ നിന്ന് ഒഴുകി നമ്മിലേക്ക് വരുന്നു, ജീവജലം ഒഴുകി നമ്മിലേക്ക് വരുന്നു. നമ്മിൽ നിന്ന് അടുത്ത ഒഴുക്ക് വേണം. അപ്പം നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവുണ്ട്, അതിന് സംശയം വേണ്ട. പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരും ഉണ്ട്. മാമോദീസയിലൂടെ, കുമ്പസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, മറ്റു കൂദാശകളിലൂടെ ഒക്കെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിറവ് ഉണ്ടോ എന്നതാണ്. നിറവുണ്ടോ? നമ്മൾ ഇത് ഇന്നിങ്ങനെ ചിന്തിക്കുമ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അവസരങ്ങൾ നഷ്ടമാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. അവസരങ്ങൾ നഷ്ടമാക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ കൃപ നഷ്ടമാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. പൗലോസ് അപ്പോസ്തലൻ ഞാൻ എന്തായിരിക്കുന്നത് ദൈവകൃപയാലാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ നഷ്ടമാക്കാൻ ഞാൻ അത് അനുവദിച്ചിട്ടില്ല. എന്നിൽ കൃപ നഷ്ടമായിട്ടില്ല, ആ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. നമ്മൾ നമ്മുടെ മക്കൾക്കാർക്കെങ്കിലും ചിലപ്പോൾ ജർമ്മൻ പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നല്ല പൈസ മുടക്കുകയാണ്. എന്നിട്ട് ആ കുട്ടി അല്ലെങ്കിൽ ആ മകൻ അത് പഠിക്കുന്നില്ല, അവനിങ്ങനെ ഉഴപ്പി നടക്കുകയാണ്. അപ്പോൾ ആ പൈസ പാഴായിപ്പോയി. പൈസ മുടക്കിയ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാവും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നമുക്ക് ഈ കുമ്പസാരത്തിലൂടെ ഒക്കെ കിട്ടുന്ന, കുമ്പസാരം എന്തിനാ? പാപമോചനം ലഭിക്കാനും ദൈവകൃപ ലഭിക്കാനും വേണ്ടിയിട്ടാണ്. ദൈവവരപ്രസാദം പരിശുദ്ധാത്മാവിന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനുമിടയിൽ ഒരു കാര്യമുണ്ട്, തീരുമാനം ഉണ്ടാകണം. ഞാൻ നന്മ ചെയ്തോളാം കർത്താവേ, ഞാൻ നന്മ ചെയ്തോളാം. മകന് വേണ്ടി പൈസ മുടക്കുമ്പോൾ മകൻ ഞാൻ പഠിച്ചോളാം അപ്പ എന്ന് പറഞ്ഞ് അവൻ കാര്യമായിട്ടത് പഠിക്കുമ്പോഴാണ് ആ പൈസ പ്രയോജനപ്പെടുന്നത്, ആ ക്യാഷ് പ്രയോജനപ്പെടുന്നത്. അല്ലെങ്കിൽ അത് അപ്പന് ഭയങ്കര വിഷമമുണ്ടാവും. എന്ന് പറഞ്ഞ പോലെയാണ് ദൈവം ഈശോയുടെ മരണത്തിലൂടെ നമുക്ക് നൽകുന്ന കൃപ. നമ്മൾ തീരുമാനമെടുക്കാത്തത് കൊണ്ട്, കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുക്കാത്തതുകൊണ്ട് ആ കൃപ പാഴായി പോകുന്നുണ്ട്. പരിശുദ്ധാത്മാ അഭിഷേകം നമ്മൾ ചോർത്തിക്കളയുന്നുണ്ട്. അപ്പം ദൈവത്തിന് സങ്കടമില്ലേ? ദൈവത്തിന് സങ്കടം. കാരണം ദൈവം ഈശോയെ നമുക്ക് വേണ്ടി മരിക്കാൻ വിട്ടിട്ട്, ഈശോ കുരിശിൽ മരിച്ചിട്ട് പാടുപീഡകളേറ്റ് മരിച്ചു നമുക്ക് തന്ന കൃപ നമ്മൾ പാഴാക്കി കളയുന്നു. അതാണ് നമുക്ക് ഈ അഭിഷേകം, നമ്മൾ അതിൽ നിലനിൽക്കണം, അഭിഷേകത്തിൽ നിലനിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഞായറാഴ്ച ആചരണവും കുമ്പസാരവും കുർബാന സ്വീകരണം ഒക്കെ നമ്മൾ അത് കൊണ്ടാടുന്നത്. നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ അവർ ചെയ്ത കാര്യങ്ങൾ എന്താ? ഈ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ നൽകുന്നത് അങ്ങനെ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല. നിനക്ക് വേണ്ടി പൈസ മുടക്കുന്നത് എന്തിനാ? നീ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ഭാവി അത് ശുഭകരമായൊരു ഭാവിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. നീ അധ്വാനിക്കാൻ വേണ്ടിയിട്ടാണ്.
പക്ഷെ നിനക്ക് തരുന്ന ആ ഒരു കൃപ നീ ഉപയോഗിച്ചില്ലെങ്കിൽ നിനക്കെന്തിനാ കൃപ? നിനക്ക് കണ്ടോണ്ടിരിക്കാനാണോ കൃപ? നീ കൃപ ഉപയോഗിച്ച് നിന്റെ ജീവിതത്തെ പടുത്തുയർത്തുന്നില്ലെങ്കിൽ നിനക്ക് എന്തിനാ കൃപ? നിനക്ക് പരിശുദ്ധാത്മാവിനെ വേണോ? പരിശുദ്ധാത്മാവിനെ തന്നിട്ട് അത് വെറുതെ പരിശുദ്ധാത്മാവിനെ നോക്കിക്കൊണ്ടിരിക്കാനാണോ? പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യാനല്ലേ? ഇന്നത്തെ സുവിശേഷത്തിൽ അവര് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി അവരെ കതകടച്ചിരുന്ന്, യഹൂദരെ ഭയന്ന് കതകടച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഒന്നാം വായനയിൽ അവര് പെന്തക്കോസ്ത നാളിൽ അവര് മുറിയിൽ കതകടച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു കതകടച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളോട് കതകടക്കണം, ചില തിന്മയുടെ സ്വാധീനങ്ങളോട് കതകടക്കണം പരിശുദ്ധാത്മാവിനെ കിട്ടാൻ. ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കണം പരിശുദ്ധാത്മാവിനെ കിട്ടാൻ. ഇനിയും അപ്പോൾ രണ്ടാമത്തേത് അവര് അങ്ങനെ ഈശോ വന്നിട്ട് ഈശോയുടെ കൈകളും കാലുകളും മുറിവുകളൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ അവര് ഈശോയെ കണ്ട് സന്തോഷിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്നത് സഭയോട് ചേർന്ന്, സഭയുടെ ശുശ്രൂഷകളോട് ചേർന്ന് നല്ല ആനന്ദമുള്ള ജീവിതം നയിക്കാനാണ്, നല്ല സന്തോഷമുള്ള ജീവിതം നയിക്കാനാണ്. ഭാരപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, ഭാരപ്പെട്ട് പള്ളി വരാൻ വേണ്ടിയിട്ടല്ല. നീ കർത്താവിനെ കണ്ട് കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നതിനെ കുറിച്ചോർത്ത് നീ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങൾ അയക്കുന്നു. ഒരു ദൗത്യമുണ്ട്, നമുക്ക് ഒരു ദൗത്യമുണ്ട്. കുടുംബജീവൻ നയിക്കുന്നവര് അവരെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുകയാണ്. ദൈവം തന്ന മക്കൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ വളർത്തുന്ന ദൗത്യമുണ്ട്. അപ്പോൾ ഒരു ദൗത്യം ഏറ്റെടുക്കണം. ഇനി ദൗത്യം ഏറ്റെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണമെന്നില്ല, അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവേ വരണമേ എന്ന് പറഞ്ഞ് എന്നും പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കണം. ഇനി ഈ പരിശുദ്ധാത്മാവിനെ നൽകുന്നത് യഥാർത്ഥത്തിൽ ദൗത്യം സ്വീകരിച്ചിട്ട് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, സഭയിൽ ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കാനും ഈശോയെ പ്രഘോഷിക്കാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനും വേണ്ടിയിട്ടാണ്. ഈശോയ്ക്ക് സാക്ഷിയാകാനും ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനും ഈശോയെ പ്രഘോഷിക്കാനും വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ വചനം പറയുന്ന പാപങ്ങൾ, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. ഇതൊരു ദൗത്യമാണ്, ദൗത്യമേൽപ്പിക്കുകയാണ്. നമ്മൾ അൽമായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ദൗത്യമുണ്ട്. സഭയോട് ചേർന്ന് നിൽക്കുക ദൗത്യമാണ്. ഈ ദൗത്യത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പരിശുദ്ധാത്മാവ് നൽകി അനുഗ്രഹിക്കുന്നത്. ദൗത്യം ഏറ്റെടുക്കാത്ത ഒരാൾക്കും പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ട് കാര്യമില്ല. ഞാനിതാ പിതാവേ ഞാൻ തയ്യാറാണെന്ന് പറയാത്ത ഒരാൾക്ക് എന്തിനാണ് പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവിനെ കിട്ടുന്നയാൾക്ക് സഭയിൽ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സഭയോട് ചേർന്ന് മരണം വരെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ തിരുനാൾ ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേറ്റം വരെ ദൈവിക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവളെല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുന്നു. ആ ധൂർത്തപുത്രൻ ആ പന്നിക്കൂട്ടിലായിരിക്കുമ്പോൾ അയാൾക്ക് അവിടെ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. മകനെ, നീ ഇന്നതുപോലെ ചെയ്യ്, നീ വീട്ടിലേക്ക് വേഗം പൊക്കോ, അവിടെ അപ്പം കാത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. അവൻ്റെ ഉള്ളിൽ തോന്നിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. ലൂക്ക 15:17 അപ്പോൾ അവന് സുബോധമുണ്ടായി. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് എപ്പോഴും സംസാരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട ദൈവത്തിൻ്റെ മകനും മകളുമായി ജീവിക്കുവാനുള്ള നമ്മുടെ വിളി നമുക്കത് പിന്തുടരാം. പരിശുദ്ധമ്മയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മ എത്ര സുന്ദരമായിട്ടാണ് പരിശുദ്ധമ്മയുടെ ആ ദൗത്യം പൂർത്തീകരിച്ചത്. കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് കുരിശിൻ്റെ ചുവട്ട് വരെ നിന്ന് ഈശോയുടെ മരണത്തെ ആരാധിച്ചു. അതുപോലെ പരിശുദ്ധമ്മ നിന്നെപ്പോലെ അങ്ങയെപ്പോലെ കർത്താവിനോട് ചേർന്ന് നിൽക്കാനും പരിശുദ്ധാത്മ അഭിഷേകത്തിൽ എന്നും നിലനിൽക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. നമുക്കെപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുചൊല്ലാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്തയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു.
മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, പിതാവായ ദൈവത്തോട് ഭക്തിവിശ്വാസ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, ആഗോള കത്തോലിക്ക സഭയെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തെ, ഇവിടെയുള്ള ശുശ്രൂഷകളെ, ഇവിടെയുള്ള പ്രാർത്ഥനാ സങ്കേതങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കുകയും ഞങ്ങൾ ഈ ശുശ്രൂഷകൾ സ്വീകരിക്കുമ്പോഴെല്ലാം ഞങ്ങൾക്കത് അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളിങ്ങനെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്നു ചേർന്നിരിക്കുകയാണ്. ദൈവം തിരഞ്ഞെടുത്ത ഈ സ്ഥലത്ത് വന്ന് ഞങ്ങൾ നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെച്ച് ഞങ്ങളെ മരിയൻ അഭിഷേകത്തിൽ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ വിവിധങ്ങളായ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ജോലി, കുഞ്ഞ്, വീട്, കടബാധ്യത തുടങ്ങിയ ഭവനം തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, എല്ലാറ്റിനുപരിയായി ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ പാപികളും ബലഹീനരുമാണ്. ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങൾ സഭയിൽ അങ്ങയോട് ചേർന്ന് നിൽക്കാനും ദൗത്യമേറ്റെടുക്കുവാനും ഞങ്ങൾ തയ്യാറാണ്. അതിന് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നിരന്തരം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു പൂർണ്ണമായി അർപ്പിക്കുന്നു ആഴ്ചയായി അർപ്പിക്കുന്നു നാഥാനിനി കൈക്കൊള്ളണേ എന്നെ നീ കൈക്കൊള്ളണേ പൂർണ്ണമായി കൈക്കൊള്ളണേ യാഗമായി കൈക്കൊള്ളണേ നാഥാ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു പൂർണ്ണമായി അർപ്പിക്കുന്നു ആഴ്ചയായി അർപ്പിക്കുന്നു. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പുത്രന്റെ വാഗ്ദാനമനുസരിച്ച് പരിശുദ്ധാത്മാവ് ഈ ബലിയുടെ രഹസ്യം
സമൃദ്ധമായി വെളിപ്പെടുത്താനും എല്ലാ സത്യങ്ങളും കാരുണ്യപൂർവ്വം അനാവരണം ചെയ്യാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങ് പെസഹാരഹസ്യം പൂർത്തിയാക്കിക്കൊണ്ട് അങ്ങേകജാതന്റെ സംസർഗത്തിലൂടെ ദത്തപുത്രരായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഇന്ന് പരിശുദ്ധാത്മാവിനെ വർഷിക്കുകയും ചെയ്തു. സഭയുടെ ആരംഭം കുറിച്ചവിടുന്ന് സകല ജനതകൾക്കും ദൈവിക ജ്ഞാനം പ്രദാനം ചെയ്യുകയും വ്യത്യസ്തമായ ഭാഷകൾ ഒരേ വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്താൽ ഒന്നാക്കി തീർക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. തിരുഭവമങ്ങ് മഹിമകളാം നിറഞ്ഞുമകയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാ തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോ
അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് നിങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലേയോ പാപ്പയോടും ഞങ്ങളുടെ ഉപതാധ്യക്ഷനായ സഹാരാജ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കവിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും
പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ.